അതിരപ്പള്ളിയിൽ രണ്ടുപേരുടെ ജീവനെടുത്ത് കാട്ടാന. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വാഴച്ചാൽ സ്വദേശികളായ അംബികയുടെയും സതീഷിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 ദിവസത്തിനിടയിൽ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് 3 പേർ. അന്വേഷണത്തിന് ഉത്തരവിട്ട് വനം മന്ത്രി. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസിലെ കുറ്റപത്രം ഇഡിക്ക് ലഭിക്കും. SFIOയുടെ കുറ്റപത്രം ഇഡിക്ക് കൈമാറാൻ എറണാകുളം സെഷൻസ് കോടതി ഉത്തരവ്. രേഖകൾ പരിശോധിച്ച ശേഷം കേസെടുക്കാൻ ഇഡി. വഖഫ് ഭേദഗതിക്ക് പിന്നാലെ മുനമ്പം സജീവമാക്കാൻ BJP. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പങ്കെടുക്കുന്ന താങ്ക് യു മോദി സമ്മേളനം വൈകിട്ട്. വരാപ്പുഴ മേജർ ആർച്ച് ബിഷപ്പുമായി റിജിജു കൂടിക്കാഴ്ച നടത്തും. ഗവർണർക്കെതിരായ നിയമ പോരാട്ടം ജയിച്ചതിന് പിന്നാലെ കേന്ദ്രത്തിനെതിരായ നീക്കം ശക്തമാക്കി MK സ്റ്റാലിൻ. തമിഴ്നാടിന്റെ സ്വയം ഭരണാവകാശത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സമിതിയെ നിയോഗിച്ചു. തമിഴ്നാടിന്റെ അവകാശങ്ങൾ കവരുന്നതിനെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന് സ്റ്റാലിൻ. തിരുവനന്തപുരം മുതലപ്പൊഴിയിലെ മണൽ നീക്കാത്തതിൽ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് CITU പ്രതിഷേധം. മണൽ മൂടി പൊഴിമുഖം അടഞ്ഞതോടെ കടലിൽ പോകാനാവാതെ മത്സ്യത്തൊഴിലാളികൾ. ഹാർബറിൽ ഉപരോധം. കണ്ണൂർ CPMന് ഇനി പുതിയ നേതൃത്വം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്ന വാഴച്ചാൽ ശാസ്താപൂവം ഊരിലെ സതീഷും അംബികയുമാണ് മരിച്ചത്. 2 ദിവസത്തിനിടെ 3 പേർക്കാണ് അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. സ്ഥലത്ത് ശക്തമായ പ്രതിഷേധമാണ്. സംസ്ഥാനത്തെ വനമേഖലയോട് ചേർന്ന് കാട്ടാന ആക്രമണം പതിവാകുകയാണ്. ഒരാഴ്ച മുൻപ് പാലക്കാട് മുണ്ടൂർ സ്വദേശി അലൻ, വിഷുത്തലേന്ന് അതിരപ്പള്ളി മലക്കപ്പാറ അടച്ചിൽ തൊട്ടിയിലെ സെബാസ്റ്റ്യൻ, ഏറ്റവും ഒടുവിൽ വാഴച്ചാൽ ശാസ്താപൂവം ഊരിലെ സതീഷും അംബികയും. വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് ഇവർ കാട്ടിൽ പോയത്. അംബികയുടെ ഭർത്താവ് രവി, സതീഷിന്റെ ഭാര്യ രമ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കുടിലിന് സമീപം തീയിട്ടിരുന്നെങ്കിലും മഴയത്ത് കെട്ടുപോയതിനാൽ ആന അടുത്തെത്തിയപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സതീഷിനെ ആന ആക്രമിക്കുകയായിരുന്നു. സതീഷിന്റെ മൃതദേഹം പാറപ്പുറത്തു നിന്നും അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നുമാണ് ലഭിച്ചത്. ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതില് നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരയിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവര് രണ്ടാളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. അംബികയെ കാട്ടാന ആക്രമിച്ച ശേഷം പുഴയിൽ എറിഞ്ഞതാണോ, ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ പുഴയിൽ ചാടിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാണോ എന്നതിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ആന വന്നാൽ മാത്രമാണ് ഈ ടെന്റൊക്കെ നശിപ്പിച്ചിട്ട് ആളെ ആക്രമിക്കുള്ളൂ. വ്യക്തികൾ തമ്മിലുള്ള തർക്കമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ടെന്റൊന്നും നശിപ്പിക്കില്ല. അരിയൊക്കെ വാരി വിതറിയ രീതിയിലും ടെന്റ് നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മരിച്ചുപോയ സതീഷ്, സുഹൃത്തായിട്ടുള്ള സതീഷിന്റെ പുറത്ത് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആന ചവിട്ടി പോലുള്ള ഒരു സിംറ്റം ഉണ്ട്. അത്തരം രീതിയിലുള്ള ഇതിനകത്ത് വേറെ ഒന്നും സംശയിക്കേണ്ടതില്ല, ആനയുടെ ആക്രമണം തന്നെയാണ്. മതപ്പാടിലുള്ള കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. സംഭവത്തിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് റിപ്പോർട്ട് തേടിയതായി വനമന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. കാടിനെ ആക്രമിച്ചു കഴിഞ്ഞ ആദിവാസി കുടുംബങ്ങളുടെ നേരെയുണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളെ ലഘുവായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തര റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകണമെന്നും CCFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് വനം വകുപ്പ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ അതിരപ്പള്ളിയിൽ മാത്രം 9 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 തൃശൂർ. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാതെ പ്രതിഷേധം ശക്തമാവുകയാണ്. വന്യജീവി ആക്രമണം തടയാൻ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടറെത്തി ഉറപ്പ് നൽകാതെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. എല്ലാ വന്യമൃഗാക്രമണത്തിലും ആളുകൾ മരിക്കുമ്പോൾ ആദ്യം
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് സംശയമുണ്ടെന്ന് പറയുന്നത്. അത് ഉത്തരവാദിത്വം ഒഴിയുന്നതിന് വേണ്ടി കാണിക്കുന്ന നടപടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. സ്വാഭാവികമായും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ആ മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്, ഭരണകൂടത്തിനുണ്ട്. സാങ്കേതികമായ ഒട്ടേറെ വിദ്യകളുണ്ട്, ഇപ്പോൾ സാങ്കേതികമായ ഒട്ടേറെ അറിവുകളുണ്ട്. ഇപ്പോൾ ചൂട് കാലമാണ്, മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങുന്ന സമയമാണ്. ആ ചൂട് കാലഘട്ടത്തിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മൃഗങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ മൃഗങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിന് ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാർക്ക് ഗവൺമെൻറ്റാണ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. നാളെ അതിരപ്പിള്ളിയിൽ ജനകീയ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ജില്ലാ കളക്ടർ വരണമെന്നായിരുന്നുവല്ലോ ആവശ്യം, കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? മഞ്ജുഷ്, സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സബ് കളക്ടർ ഇവിടെ എത്തി ആശുപത്രിയിലെ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ മൃതദേഹം വിട്ടു നിൽക്കുന്ന കാര്യങ്ങളിലടക്കം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിലടക്കം ഒരു തീരുമാനം ഉടൻ തന്നെയാകും. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് ചില കാലതാമസം, അത് ഈ വലിയൊരു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധം നടക്കുന്നതിന്റെ ഭാഗമായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. സബ് കളക്ടർ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. സബ് കളക്ടർ ഇവിടെ എത്തി അവരുമായി സംസാരിക്കുന്നുണ്ട്. അവരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അതിരപ്പള്ളിയിൽ ഒരു സംയുക്ത ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുള്ളൊരു ഹർത്താൽ. പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. RRTയുടെ പ്രവർത്തികൾ അത് കൂടുതൽ ശക്തമാക്കണം. വനപാലകരടക്കം വലിയ രീതിയിൽ ഒരു ഉദാസീനത ഈ ഒരു കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം മാറി ജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം തന്നെ നടപ്പാക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന സെബാസ്റ്റ്യന്റെ മരണം ഉൾപ്പെടെ വലിയ രീതിയിൽ വനം വകുപ്പിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നാളെ ഒരു ഹർത്താൽ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹർത്താൽ നടത്തി ഇവർക്കൊരു പരിഹാരമുണ്ടായില്ലേ, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും ഇരുവരുടെയും മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാലക്കാട് കല്ലടിക്കോട് കരിമലയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് തകർത്തത്. കരിമല ചൂരോട് സ്വദേശി സുരേഷിന്റെ ഓട്ടോറിക്ഷയാണ് ഇന്നലെ രാത്രി കാട്ടാന തകർത്തത്. സമീപത്തുള്ള മീൻവല്ലം ഭാഗത്തും ഇന്നലെ കാട്ടാന ഭീതി പടർത്തി. വിഷുദിനമായ ഇന്നലെ മീൻവല്ലത്ത് നിരവധി സഞ്ചാരികളാണ് എത്തിയത്. ആന ഇറങ്ങിയതിനെ തുടർന്ന് ഉച്ചകഴിഞ്ഞ് 3:30യോടെ പ്രവേശനം നിർത്തിവെച്ചു. പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. INTUC-യും CIT-യും ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം എന്ന ആവശ്യമാണ് CITU ഉന്നയിച്ചത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നാളെ മുതൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. മത്സ്യത്തൊഴിലാളികളുമായി നാളെ മന്ത്രി സജി ചെറിയാൻ ചർച്ച നടത്തിയേക്കും. മണൽമൂടി പൊഴിയടഞ്ഞതോടെയാണ് മുതലപ്പുഴയിൽ മത്സ്യബന്ധനം നിലച്ചത്. അതോടെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലായി. ചെറിയ വള്ളങ്ങൾക്ക് മാത്രമാണ് കടലിൽ പോകാൻ കഴിയുന്നത്. അതിലും ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധമുണ്ട്. സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഉദ്ദേശം ഇവിടെ ഇംഗ്ലീഷുകാരന്റെ ഒരിതാണ്. ഇംഗ്ലീഷുകാരന്മാര് പണ്ട് ചെയ്യുമായിരുന്നല്ലോ ഡിവൈഡിംഗ് റോൾ. ഇവിടെ ചെറുവള്ളക്കാരെയും വലിയ വള്ളക്കാരുമായിട്ട് തരംതിരിച്ച് അവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടായി. അത് മുതലെടുത്ത് ഇവർക്ക് അവരുടെ കാര്യങ്ങൾ ഇവിടെ ഒരു ഐക്യമുണ്ടാക്കി എടുക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഒരു പൊറാട്ട് നാടകത്തിന്റെ ഒരിതാണ്. തുറമുഖ ഓഫീസ് ആദ്യം ഉപരോധിച്ചത് INTUC ആയിരുന്നു. ഓഫീസ് പൂട്ടിയ പ്രവർത്തകർ റീത്ത് വച്ച് പ്രതിഷേധിച്ചു. ജീവിക്കാനായി അന്നം തേടി
മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങളുമായിരുന്നു CITUവിന്റെ സമരം. മണൽ നീക്കം വേഗത്തിലാക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് CITUവിന്റെ മുന്നറിയിപ്പ്. മന്ത്രി സുതാര്യമായി ഇടപെടണം, ഇവിടുത്തെ ഗൗരവം കാണണം, ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം യാഥാർത്ഥ്യമാണ്. അടിയന്തരമായി മണ്ണ് മാറ്റുക എന്നുള്ളതാണ് അതിന് അടിയന്തര പരിഹാരം. അതിനുശേഷം അതിന്റെ സാങ്കേതികത മനസ്സിലാക്കി മേലിൽ ഒരു കാരണവശാലും ഇത് മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടാതിരിക്കാനുള്ള സാങ്കേതിക ഇടപെടൽ നടത്തുന്ന കാര്യം സംശയം വേണ്ട. CITU നേതാക്കൾ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തും. നാളെ തുറമുഖ മന്ത്രി മത്സ്യത്തൊഴിലാളികളുമായും സംസാരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ മന്ത്രി സജി ചെറിയാന്റെ വീടിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കം ചെയ്തു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത്. വഖഫ് നിയമ ഭേദഗതിക്ക് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പറയാൻ NDA സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളി വളപ്പിലെ സമരപന്തലിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി മുനമ്പത്തെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തുന്നത്. താങ്ക് യു മോഡി എന്ന് പേരിട്ട പരിപാടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളതും. വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും കേന്ദ്ര സർക്കാരിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാമെന്ന നിലപാടിലാണ് മുനമ്പത്തുള്ളവർ. ഞങ്ങളുടെ സമരപന്തൽ എന്തായിരുന്നു ആ സമരപന്തലിൽ തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊരു മാറ്റവുമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ സമരപന്തലിൽ ഞങ്ങൾ എങ്ങനെ ചെയ്തിരുന്നു അതിലേക്കൊരു അതിഥി വരുന്നു. പക്ഷേ വരുന്ന അതിഥി ഇത്രയും വലിയൊരു അതിഥിയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഇന്ത്യയിലെ 5ാം പൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലൊരു അതിഥി ഞങ്ങളുടെ ഈ കൊച്ചു സമരപന്തലിലേക്ക് വരുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങി NDA സംസ്ഥാന നേതാക്കളും ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയായ CMRL എക്സാലോജിക് ഇടപാടിൽ SFIO നൽകിയ അന്തിമ അന്വേഷണ റിപ്പോർട്ട് EDക്ക് നൽകും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. അന്തിമ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ED കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. റിപ്പോർട്ട് EDക്ക് ഇന്ന് തന്നെ കിട്ടുമെന്നാണ് സൂചന. ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് വഖഫ് ട്രിബ്യൂണലിന്റെ ഡിസിഷനെ സ്റ്റേ ചെയ്യാൻ ഹൈക്കോർട്ട് പോകുന്നത് CPM സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു റിവെഞ്ച് രാഷ്ട്രീയമാണ് എന്ന് VD സതീശൻ പറയുന്നു. അപ്പോൾ ഞാൻ VD സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റ് സ്വാഗതം ചെയ്യുന്നു. അത് ശരിയാണ്. ഇതിനെപ്പറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്താണ് റിയാക്ഷൻ? നിങ്ങളെല്ലാവരും അവരോട് പോയി ചോദിക്കണം. അപ്പോൾ CPM അവരുടെ ഒരു ഗൂഢാലോചന എങ്ങനെയെങ്കിലും ഇത് ലോ ആയി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും മുനമ്പൻ ജനങ്ങളെ വഞ്ചിക്കണം. അവരുടെ ഈ അവകാശം, ഈ ലോയിൽ പറയുന്ന അവകാശം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അവകാശം എങ്ങനെയെങ്കിലും അവരുടെ പ്രീണ രാഷ്ട്രീയത്തിന് വേണ്ടി, CPMന്റെ പ്രീണ രാഷ്ട്രീയത്തിന് വേണ്ടി അവരെ ഡിനൈ ചെയ്യണം. അത് CPM ചെയ്യുന്നു. മറ്റോടത്ത് നമ്മുടെ കോൺഗ്രസ് താങ്ക് യു മോദി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തിയിരിക്കുന്നത്. മുനമ്പത്ത് ഇന്ന് വൈകിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിന് സ്വന്തം എയർലൈൻ കമ്പനിയായ എയർ കേരള യാഥാർത്ഥ്യമാകുന്നു. ആലുവയിൽ എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ടാണ്. മന്ത്രി P രാജീവാണ് ഉദ്ഘാടനം നിർവഹിക്കുക. എയർ കേരളയുടെ ആദ്യ സർവീസിന് ജൂണിൽ നെടുമ്പാശ്ശേരിയിൽ തുടക്കമാവും. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ 2ാം ഘട്ട അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകും. 37 പ്രതികളുള്ള കേസിൽ ഇതുവരെ കമ്പനി ഉടമ KD പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായത്.
ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 1651 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. പ്രതികൾ തട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഹൈറിച്ച് തുടങ്ങിയതെന്ന് ഇഡിയുടെ ആദ്യഘട്ട കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ 1000 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയതായും ഇഡി കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ഇതുവരെ കമ്പനി ഉടമ KD പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റു പ്രതികളായ സീന പ്രതാപൻ, ജിനിൽ, റിയാസ്, ദിനുരാജ്, ലക്ഷ്മണൻ, ദിലീപ്, കനകരാജ്, സുരേഷ് ബാബു, പ്രശാന്ത് നായർ, ബഷീർ, അമ്പിളി, ഫിജീഷ്, ഷമീറ എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇഡി. പ്രതികളുടെ അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. കമ്പനിയിലൂടെ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലെന്നും ഇഡി വിലയിരുത്തുന്നു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട 244 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. ആകെ 277 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഹൈറിച്ച് കേസിൽ ഇഡി അന്വേഷണം ശക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം നേര്യമംഗലത്ത് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. കട്ടപ്പന സ്വദേശിനി അനീറ്റയാണ് മരിച്ചത്. 15 യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് 2 പേർ ബസ്സിനടിയിൽപ്പെട്ടെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്തി. എന്നാൽ ഗുരുതര പരിക്കോടെ അനീറ്റയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണം കവർച്ച ചെയ്തു. ഇന്നലെ വിഷുവിന് വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണമാണ് മോഷണം പോയത്. കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രനെ ഇന്നലെ ഉച്ച മുതൽ കാണാനില്ല. കിരീടം, 2 മാലകൾ ഉൾപ്പെടെ 20 പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. രാമചന്ദ്രന്റെ കൊല്ലത്തെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടിൽ എത്തിയിട്ടില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പോലീസിനെ അറിയിച്ചത്. ഒരു സർക്കാർ പദ്ധതി നാടിന് ബാധ്യതയായി മാറിയ വാർത്തയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഉള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി 3 കോടി രൂപ ചെലവിൽ തുടങ്ങിയ ഫ്ളാറ്റ് നിർമ്മാണം ഒടുവിൽ നാടിനും നാട്ടുകാർക്കും ബാധ്യതയായി. കോടികൾ ചെലവഴിച്ച് സർക്കാർ നിർമ്മിക്കാനായി തെരഞ്ഞെടുത്ത സ്ഥലം ഇപ്പോൾ മോഷ്ടാക്കളുടെയും മദ്യപന്മാരുടെയും ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 28 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുക്കാമെന്ന വാഗ്ദാനവുമായാണ് ലൈഫ് മിഷൻ മണ്ണഞ്ചേരിയിൽ 2019 പദ്ധതിയുമായി കടന്നുവരുന്നത്. 3 കോടി ചിലവിൽ ഫ്ളാറ്റ് നിർമ്മാണം എന്നായിരുന്നു പ്രഖ്യാപനം. ഇനി 6 വർഷങ്ങൾക്കിപ്പുറം പദ്ധതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. ലൈഫ് മിഷന്റെ പദ്ധതികൾ മുഴുവൻ പാളിയിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് മണ്ണഞ്ചേരിയിൽ ഇത് വലിയൊരു സ്വപ്ന പദ്ധതി. പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ്. ഇവിടെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം നടത്തി വലിയ സമരപരിപാടികൾ നടത്തിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. പ്രദേശത്ത് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ നാട്ടുകാർക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കി ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാന സങ്കേതമായി ഇത് മാറിയിരിക്കുന്നു. സ്ഥലം ഏറ്റെടുത്ത് നൽകിയ പഞ്ചായത്ത് അധികൃതർ തന്നെ പെട്ടുപോയ അവസ്ഥ. സ്വന്തം സർക്കാരിന്റെ പദ്ധതി ബാധ്യതയാണെന്ന് ഇടതുപക്ഷ പ്രതിനിധിയായ പ്രസിഡന്റ് അജിത് കുമാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. നമുക്കൊരു ബാധ്യതയും മാറിയിരിക്കുകയാണ്. അവിടെ സന്ധ്യയാകുമ്പോൾ തന്നെ വൈകിട്ട് മദ്യപന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ താവളവും മാറിയിരിക്കുകയാണ്. കാട് പിടിച്ച് പാമ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. MLA PP ചിത്രഞ്ജന്റെ നേതൃത്വത്തിൽ പലതവണ സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പദ്ധതി ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് 28 കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച ശേഷം പാതി വഴിയിൽ ആർക്കും പ്രയോജനമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. നിയമന കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം കടുപ്പിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അനിശ്ചിതകാല സമരം 13ാം ദിവസത്തിലും തുടരുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ശുഭകരമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരം കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ എത്തിയിരിക്കുന്നത്. ഒരു പോസിറ്റീവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എത്ര പേരെ എടുത്തേക്കുന്നേ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല? 292 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തിയായിരുന്നോ ഈ 13 ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും? ഇല്ല, ഇതുവരെ പോസിറ്റീവ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ചർച്ച നടന്നില്ല? ഇല്ല ഇല്ല. നിങ്ങൾ നിവേദനങ്ങൾ നൽകിയിരുന്നു? ഒരുപാട് നിവേദനം നൽകിയിരുന്നു. ഈ 11 മാസക്കാലം കാണാത്ത മന്ത്രിമാരും MLA മാരും ഈ സെക്രട്ടേറിയറ്റ് തന്നെ കുറേ തവണ വന്നിട്ടുണ്ട്.
കുറേ തവണ നിവേദനം കൊടുത്തിട്ടുമുണ്ട്. 19-ാം തീയതിയാണ് തീരുന്നത്. അതുവരെ നമ്മൾ പോകുന്ന അതിനു മുമ്പ് ഒരു പോസിറ്റീവ് ഇത് ഉണ്ടാവുമെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പിയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഈ സമരപന്തലിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 13 ദിവസമായി തുടർച്ചയായി അവർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അനുഭാവപൂർണമായൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് അവർ എടുത്തു പറയുന്ന കാര്യം. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തെ എത്രയും പ്രതീക്ഷയോടെയാണ് കാണുന്നത്? അതെ, പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കണം. എന്തായാലും നാളെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ സമരം അനുനയ നീക്കത്തിലൂടെ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ചുപേരെയെങ്കിലും അവരുടെ നിയമനമെങ്കിലും നൽകാനുള്ള ഒരു തീരുമാനം. ഏതാണ്ട് 986 പേരുടെ നിയമനമാണ് ഇനി നടക്കാനുള്ളത്. അതിൽ കുറച്ചു പേരെയെങ്കിലും നിയമിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് 13-ാം ദിവസം ഈ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് നടയിൽ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സി വിനോദനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കെ രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ജില്ലാ കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി ചേർന്ന ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗമാണ് കെ രാഗേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത് അംഗീകരിക്കുകയായിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കെ രാഗേഷ്. ഐകകണ്ഠ്യേനയാണ് തെരഞ്ഞെടുത്തതെന്ന് MV ജയരാജൻ പ്രതികരിച്ചു. ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സാഹചര്യത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്ഥാനം രാജിവെച്ചതായി കെ രാഗേഷ് പറഞ്ഞു. കണ്ണൂർ ജില്ല CPIM-ൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ശക്തി കേന്ദ്രമാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല. അത് പാർട്ടി മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലുമെല്ലാം രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് നിർണായക വിജയം നേടിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരായ തുറന്ന പോരാട്ടം കടുപ്പിക്കുകയാണ് തമിഴ്നാട്. തമിഴ്നാടിന് സ്വയം ഭരണം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നയത്തിനെതിരായ DMK-യുടെ പോരാട്ടം രാഷ്ട്രീയമായി മാത്രമല്ല, നിയമപരമായും ഭരണഘടനാപരമായും കൂടിയാണ്. സംസ്ഥാനത്തിന് സ്വയംഭരണാവകാശം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. സ്വയംഭരണ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ശുപാർശ ചെയ്യാനായി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവരുന്നതിനെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കി. இன்றைய காலகட்டத்தில் மாநிலங்களின் உரிமைகள் ஒவ்வொன்றாக பறிக்கப்பட்டு மாநில மக்களின் அடிப்படை உரிமைகளையே ஒன்றிய அரசிடம் போராடி பெற வேண்டிய இக்கட்டான நிலையில் இருக்கிறோம் என்பதை வேதனையோடு இங்கே பதிவு செய்கிறேன். பறந்து விரிந்த இந்த இந்திய நாட்டை மொழிவாரி உரிமைகளின் அடிப்படையில் உருவான மாநிலங்கள் தான் ഒറ്റുമയാക കാത്തു വരുகின்றன. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിനും വിദ്യാഭ്യാസ നയത്തിനുമെതിരായ നീക്കവും തമിഴ്നാട് ശക്തമാക്കുകയാണ്. ഉന്നതതല സമിതി 2026 ജനുവരിയിൽ ഇടക്കാൽ റിപ്പോർട്ട് വെക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും തമിഴ് നിർബന്ധമാക്കുന്ന ദ്വിഭാഷാ നയം നടപ്പാക്കാനാണ് നീക്കം. M കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1969 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് PV രാജമന്നാന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. 1997 കരുണാനിധി സ്വയംഭരണാവകാശം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ തുടർച്ചയ്ക്കാണ് കരുണാനിധിയുടെ മകനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിന്റെ നീക്കം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പട്ടികജാതി സംവരണം വിവിധ ജാതികൾക്കായി വിഭജിച്ച് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ. വിവിധ പട്ടികജാതികളെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് ആകെയുള്ള 15% സംവരണം നൽകുക. ഇങ്ങനെ സംവരണം നൽകുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് തെലങ്കാന.
പട്ടികജാതി ഉപസംവരണമാകാമെന്ന് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി വിധിച്ചിരുന്നു. ബെൽജിയത്തിൽ അറസ്റ്റിലായ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാനായി അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ബെൽജിയത്തിലേക്ക്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രാദേശിക കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ചോക്സി. ബെൽജിയത്തിൽ അറസ്റ്റിലായ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയും രത്നവ്യാപാരിയുമായ മെഹുൽ ചോസ്കിയെ ഇന്ത്യയിൽ എത്തിക്കാനാണ് ശ്രമം. CBI, ED ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് ബെൽജിയത്തിലേക്ക് പോകുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ചോസ്കിയും അനന്തരവൻ നീരവ് മോദിയും ചേർന്ന് നടത്തിയ 14,000 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ തെളിവുകളും ആവശ്യമെങ്കിൽ അവിടെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യത്തിനായി ചോസ്കി ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. അർബുദ ചികിത്സയിലാണെന്നും നിലവിലെ ആരോഗ്യാവസ്ഥയിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചോസ്കി ബെൽജിയം കോടതിയിൽ ജാമ്യഹർജി നൽകിയത്. അടുത്തയാഴ്ചയാണ് ഹർജി പരിഗണിക്കുക. 2018-ലും 2021-ലും മുംബൈ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ചോസ്കിയുടെ അറസ്റ്റ്. ഇന്ത്യയും ബെൽജിയവുമായുള്ള കുറ്റവാളികളെ കൈമാറൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ആവശ്യപ്രകാരമാണ് ഏപ്രിൽ 12-ന് ചോസ്കിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പ് കേസിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും കടന്ന ചോസ്കി ഭാര്യയ്ക്കൊപ്പം ബെൽജിയത്തിൽ താമസിച്ചു വരികയായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വ്യവസായിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വദ്ര EDക്ക് മുന്നിൽ ഹാജരായി. വീട്ടിൽ നിന്ന് നടന്നായിരുന്നു ED ഓഫീസിലേക്കുള്ള വദ്രയുടെ യാത്ര. EDയുടെ രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് വദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 15 തവണയാണ് ED വിളിച്ചു വരുത്തിയത്. ഓരോ തവണയും 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. 23,000 രേഖകൾ ഹാജരാക്കിയെന്നും വാദ്ര പറഞ്ഞു. 2008 ഫെബ്രുവരിയിൽ വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 7.5 കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങി മാസങ്ങൾക്കുള്ളിൽ 58 കോടി രൂപയ്ക്ക് DLFന് വിറ്റതുമായി ബന്ധപ്പെട്ടാണ് കേസ് നടക്കുന്നത്. वही पुराने केस है जिससे बेटे जब भी उनको लगता है कि डाइग्रेस करना है मेन इश्यू से या जो भी है तब मेरे को बुलाया जाता है. कोई ऐसी बात नहीं. केस में कुछ है ही नहीं यार. 20 साल थोड़ी ना लगेंगे कुछ जुड़ने के लिए. 15 बारी गया हूँ, 10 बारी बैठा हूँ और 10 घंटे बैठा हूँ और 23,000 डॉक्यूमेंट दिए हैं. फिर से एक हफ्ते में बोलते हैं सारे 23,000 डॉक्यूमेंट दोबारा दो. ऐसे थोड़ी ना चलता है यार. ഹാർവാർഡ് സർവകലാശാലയോട് പ്രതികാര നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിന്റെ പേരിൽ ഹാർവാർഡ് സർവകലാശാലയ്ക്കുള്ള ഫണ്ടിംഗ് ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചിരിക്കുകയാണ്. അസാധാരണവും വിചിത്രവുമായ നടപടികൾ ട്രംപ് ഭരണകൂടം തുടരുകയാണ്. ലോക പ്രശസ്ത അമേരിക്കൻ സർവകലാശാല ഹാർവാർഡിന് സർക്കാർ നൽകുന്ന $2.3 ബില്യൺ സഹായം മരവിപ്പിച്ചു. ക്യാമ്പസിലെ ആക്ടിവിസം പരിമിതപ്പെടുത്താനും വൈവിധ്യം, തുല്യത, ഉൾക്കൊള്ളൽ പ്രോഗ്രാമുകൾ നിർത്തലാക്കാനുമുള്ള വൈറ്റ് ഹൌസ് നിർദ്ദേശം സർവകലാശാല തള്ളിയിരുന്നു. സർവകലാശാലയുടെ ബൗദ്ധിക മേഖലയിലേക്കുള്ള സർക്കാർ നിയന്ത്രണം ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് സർവകലാശാല വ്യക്തമാക്കി. ഇതേ തുടർന്നായിരുന്നു അസാധാരണമായ പ്രതികാര നടപടിയിലേക്ക് ട്രംപ് ഭരണകൂടം കടന്നത്. സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഉപേക്ഷിക്കില്ലെന്നും ഏതു പാർട്ടി അധികാരത്തിൽ വന്നാലും എന്തു പഠിപ്പിക്കണം, ഏതൊക്കെ പഠനമേഖലകൾ തുടരണം എന്നൊന്നും നിർദ്ദേശിക്കാനാവില്ലെന്നും ഹാർവാർഡ് സർവകലാശാല പ്രസിഡന്റ് അലൻ ഗാർബർ പ്രതികരിച്ചു. സർക്കാർ നടപടി ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി. സമാനമായ തരത്തിൽ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പെൻസിൽവാനിയ, ബ്രൗൺ, പിൻസ്റ്റൺ സർവകലാശാലകൾക്കുള്ള ധനസഹായം വിദ്യാഭ്യാസ വകുപ്പ് മരവിപ്പിച്ചിരുന്നു. കൊളംബിയ സർവകലാശാല സർക്കാർ നിർദ്ദേശാനുസരണം നയം തിരുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണർവ്. സെൻസസ് 1750.37 പോയിന്റ് ഉയർന്ന് 76,907.63 നിഫ്റ്റി 539.8 പോയിന്റ് ഉയർന്ന് 23,368.35 ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഇറക്കുമതി ചുങ്കം കൂട്ടാനുള്ള തീരുമാനം അമേരിക്ക മരവിപ്പിച്ചതിന്റെ പ്രതിഫലനം ലോക ഓഹരി വിപണിയിൽ ഉണ്ടായെന്നാണ് സൂചന. IPLൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. കഴിഞ്ഞ തവണ കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കിയ ശ്രേയസ് അയ്യർ മുൻ ടീമിനെതിരെ പഞ്ചാബിനെ നയിക്കുന്നു എന്ന പ്രത്യേകത ഇന്നത്തെ മത്സരത്തിനുണ്ട്. 6 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 5-ാമതും 5 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി പഞ്ചാബ് 6-ാമതുമാണ്. പഞ്ചാബ് കിങ്സിന്റെ ഹോം ഗ്രൗണ്ടായ മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,720, പവന് 69,760. 18 ക്യാരറ്റ് ഗ്രാമിന് 7,225, പവന് 57,800. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,08,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.